ഹായ് ഗൈസ്, ഇന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന്, നമ്മുടെ മുഖം, സ്കിന്ന് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ മുഖം എപ്പോഴും സൗന്ദര്യത്തോടെയും തിളക്കത്തോടെയും നിൽക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 35 വയസ്സ് മുതൽ നമ്മുടെ സ്കിന്ന് നന്നായി കെയർ ചെയ്താൽ മാത്രമേ, നിങ്ങൾക്കറിയാലോ, പണ്ടത്തെ 35 വയസ്സുള്ള അമ്മമാരും ഇപ്പോഴത്തെ 35 വയസ്സുള്ള അമ്മമാരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടത്തെ അമ്മമാർ എന്ന് പറഞ്ഞാൽ സ്കിന്നിനെ പറ്റിയിട്ട് ചിന്തിക്കാറില്ല, സ്കിന്നിന് വേണ്ടുന്ന ഒന്നും ചെയ്യാറില്ല. അവർക്ക് അതിനുള്ള തീരെ നേരമില്ല. എന്താണ്, പണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അവരവരെ സ്കിന്നിനെയോ അവരവരെ ശരീരത്തിനെയോ നോക്കാനുള്ള നേരമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ അവരവർ 35 വയസ്സിന് ശേഷം അവരവരെ സ്കിന്നും ബോഡിയും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ യുഗം എന്ന് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പണ്ടത്തതിനേക്കാളും കുറച്ച്, ഏത് വീട്ടമ്മയായാലും കുറച്ച് നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് തൈര്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനെപ്പറ്റി അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, എനിക്കും അറിയില്ല. ഞാനും ഇങ്ങനെയുള്ള ഓരോ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ സൈഡ് എഫക്റ്റും അതിൻ്റെ ഗുണങ്ങളും അതെങ്ങനെയൊക്കെ യൂസ് ചെയ്താലാണ് നമ്മുടെ സ്കിന്നിന് ഗുണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കുറേ കാര്യങ്ങളും കുറേ വീഡിയോസിലൂടെയും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു തൈര് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പല വിധത്തിലായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ തൈരിൽ പല സംഭവങ്ങളും ചേർത്തിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഏതെല്ലാം വിധത്തിൽ നമ്മുടെ സ്കിന്നിനെ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് പൊതുവേ അറിയാം, പാലുൽപ്പന്നങ്ങളും നമ്മുടെ സൗന്ദര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അല്ലേ. അപ്പോൾ പാല് നമുക്ക് നല്ലൊരു ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഏത് പൊട്ടന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പൊതുവേ എല്ലാവരും എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി കിട്ടുന്നതല്ലേ, ഇതിനേക്കാളും വാല്യൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്ലെൻസറിന് ആയിരിക്കാം എന്നുള്ള ഇതിൽ എല്ലാവരും ക്ലെൻസർ ഉപയോഗിക്കുന്നു, സ്ക്രബ് ഉപയോഗിക്കുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാത്തിലും കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. നമ്മളിനി എത്ര നാച്ചുറൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എല്ലാ കെമിക്കൽസ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് തൈര്. തൈരിൽ ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് തൈര് ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ധാരാളം വഴികളുണ്ട്. അതായത് നമ്മൾ തൈരിനെ പറ്റി ആദ്യം മനസ്സിലാക്കണം. തൈര് എങ്ങനെയാണ്, എന്തൊക്കെയാണ് തൈരിൽ അടങ്ങിയിട്ടുള്ളത് എന്ന്. തൈരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തൈര് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ്, വിറ്റമിൻസ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിനും തൈര് കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിക്കും വളരെ നല്ലതാണ്. തൈര് നമുക്കറിയാം, തൈര് നമ്മുടെ പാലിൽ നിന്നാണ്, പാല് പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്നതാണ് തൈരല്ലേ. അപ്പോൾ ഒരിക്കലും തൈരിൽ മാരകമായിട്ടുള്ള ഒരു വസ്തുക്കളും ഉണ്ടാവില്ല. തൈര് എല്ലാ രീതിയിലും നമ്മുടെ സ്കിന്നിന് നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് വിറ്റമിൻസ്, പ്രോട്ടീൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തൈര് വളരെയധികം നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആവാനും, സ്കിൻ ചുളിവുകളില്ലാതിരിക്കാനും, സ്കിന്നിലുണ്ടാകുന്ന മൃതകോശങ്ങൾ നശിപ്പിക്കാനും, മുഖക്കുരു ഇല്ലാതിരിക്കാനും, സ്കിന്നിൽ ഉണ്ടാകുന്ന കരുവാളിപ്പ് മാറാനും തൈരിനോളം വെല്ലാൻ വേറൊരു സാധനവും ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് തൈര്, ആര്യവേപ്പ്. ഇത് രണ്ടും താരന് ഏറ്റവും ബെസ്റ്റ്. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുഖക്കുരു വരുന്നതിന് ഒരു പരിധിവരെ മുഖക്കുരു വരാതിരിക്കാൻ ഒരു പരിധിവരെ തൈര് കാരണക്കാരനാണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെയാണ് തൈര് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു 1.5 സ്പൂൺ തൈരെടുത്ത് അതിലേക്ക് 1 സ്പൂൺ തേനും കൂടി മിക്സ് ചെയ്ത്
മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു മാസമെങ്കിലും ചെയ്യണം. നിങ്ങൾക്കറിയാം, മുഖക്കുരു നമ്മളെ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ മുഖത്ത് കൊഴുപ്പടിഞ്ഞു കൂടിയാണ് മുഖക്കുരു ഉണ്ടാകുന്നത് എന്നല്ല, ഒറ്റയടിക്ക് എന്തായാലും അതൊന്നും പോകില്ല. അപ്പോൾ ഒരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ള റിസൾട്ട് പൂർണ്ണമായും ലഭിക്കൂ. അപ്പോൾ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മുഖം ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അതിന് ശേഷം നമ്മുടെ റോസ് വാട്ടർ മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ റോസ് വാട്ടർ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ മുഖത്ത് റോസ് വാട്ടർ അപ്ലൈ ചെയ്യണം. മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, ടാന്, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് തൈരും കടലമാവും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാൻ ഒരു പരിധി വരെ ഇല്ലാതാക്കും. നിങ്ങൾക്കത് ഒറ്റ യൂസിൽ തന്നെ, തൈര് നമ്മൾ ഒറ്റ യൂസ് ചെയ്താൽ മതി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഫേസിന് തൈര് ഗുണമുള്ളതാണ് എന്നുള്ളത്. പിന്നെ തൈരും കറ്റാർവാഴ ജെല്ല് ഒരുവിധം എല്ലാ സ്കിന്നിനായാലും നമ്മുടെ ഫേസിനായാലും മുടിക്കായാലും കറ്റാർവാഴ ജെല്ല് വളരെ നല്ലതാണെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. എല്ലാവരും നമ്മുടെ ഫേസിലുള്ള എല്ലാ കാര്യങ്ങൾക്കും, മുടിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ടല്ലേ. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ തൈരും കറ്റാർവാഴ ജെല്ലും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറും. അതേപോലെ കടലമാവും തൈരും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ മാറിക്കിട്ടും. അതേപോലെയാണ് നമ്മുടെ അരിപ്പൊടിയും തൈരും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ ഒരു പരിധി വരെ കുറക്കാനും മുഖം ടൈറ്റായി നിൽക്കാനും മുഖത്ത് നല്ല തിളക്കം കിട്ടാനും ഈ അരിപ്പൊടിയും തൈരും കൂടി മിക്സ് ചെയ്ത് പാക്കാക്കി ഇടുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ഇതൊന്നും ഒറ്റ ദിവസമല്ല, ഒരു ദിവസം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് യൂസ് ചെയ്യണം. അപ്പോഴാണ് അത് ശരിയായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇത് ഉപയോഗിച്ചാൽ നമ്മൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തൈര് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നോക്കാം. മുടിയിൽ നമ്മൾ തലയിലും ഒരു ബൗള് തൈരെടുക്കുക. എന്നിട്ട് നമ്മുടെ തലയിലും മുടിയിലും തലയോട്ടിയിലും ഒക്കെ നന്നായി മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴും, തലയിൽ മുടിയിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും, എന്ത് പാക്കായിക്കോട്ടെ, അതിനു മുന്നേ നിങ്ങൾ സ്കാൽപ്പിൽ കുറച്ച് ഓയിൽ മസാജ് കൊടുക്കണം. അതെന്ത് ഓയിലായിക്കോട്ടെ, വെളിച്ചെണ്ണ ആയിക്കോട്ടെ, നമ്മുടെ കാച്ചിയ എണ്ണ ആയിക്കോട്ടെ, ഒലിവ് ഓയിൽ ആയിക്കോട്ടെ, എന്തെണ്ണ നിങ്ങൾ തേക്കുന്നത് ആ എണ്ണ നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ ഏത് പാക്കായാലും നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തലയിലായാലും മുഖത്തായാലും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അലർജി ഉണ്ടോ, തൈര് പുരട്ടുമ്പോൾ അലർജി ഉണ്ടോ എന്നുള്ളത് കുറച്ച് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും പുരട്ടിയിട്ട് നോക്കണം കേട്ടോ. ചില ആൾക്കാർക്ക് തൈര് ഒരു ഇച്ചിങ് പോലെയെല്ലാം വരാം. അത് പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ലേശം അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അലർജി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തൈര് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി നമ്മളെ സ്കിന്നിൽ ഒത്തിരി ഗുണങ്ങൾ തരുന്ന സാധനം. നമ്മൾ മുഖകാന്തിക്കും, വെയിലത്ത് പോയിട്ട് വെയിൽ കൊണ്ടിട്ട് മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പില്ലേ, ഭയങ്കരമായിട്ട് മുഖം കരുവാളിച്ച് കറുത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ മുഖത്ത് പുരട്ടി നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. കൂടാതെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. നിങ്ങൾ മാത്രമാണ് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ആരും യൂട്യൂബിൽ എവിടെയും എത്തൂല. അപ്പം എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.